ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബയാസിംഗ് ആയിരുന്നു അല്ലേ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബയാസിംഗ് ഈസ് അവർ വോൾട്ടേജ് ഡിവൈഡർ ബയാസ്. ഓക്കെ, വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ, നമുക്ക് നോക്കാം സർക്യൂട്ട്സ് എങ്ങനെ വരുന്നതെന്ന് ഫസ്റ്റ് വേണ്ടി നോക്കാം. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ഡിവൈഡർ ബയാസിലേക്ക് വരുന്നത് നമ്മുടെ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ കൺസിഡറിങ് ഫസ്റ്റ് ഒരു എ സി ഇൻപുട്ട് ബേസ് ചെയ്തുള്ളത് ഞാൻ ഇപ്പോൾ വരച്ചു തരാം. നമ്മൾ സർക്യൂട്ട്സ് ജസ്റ്റ് ചേഞ്ചസ് വരുത്തുന്നുണ്ട്, പക്ഷേ അതിന് മുന്നേ ഇനീഷ്യൽ സർക്യൂട്ടുകൾ വരയ്ക്കാം. ഓക്കെ, യു വിൽ ബി ഹാവിങ് ആൻ എമിറ്റർ റെസിസ്റ്റർ ഹിയർ. ദിസ് ഈസ് യുവർ RE, ദെൻ ദിസ് ഈസ് യുവർ എമിറ്റർ, അറിയാലോ. പിന്നെ ഇവിടെ നമ്മളൊരു കപ്പാസിറ്റർ ഉണ്ട്. ദെൻ ദിസ് ഈസ് യുവർ വോൾട്ടേജ് ഡിവൈഡർ. അപ്പോൾ വോൾട്ടേജ് ഡിവൈഡർ എന്ന് പറയുമ്പോൾ യു വിൽ ബി ഹാവിങ് 2 റെസിസ്റ്റേഴ്സ് അല്ലേ. ഏതൊക്കെ? R1 ഉണ്ടാവും, സിമിലർലി ആരും ഉണ്ടാവും, R2 ഉണ്ടാവും. ഇതാണ് C1. ഇവിടെയാണ് നിങ്ങൾ AC എന്ത് ചെയ്യുന്നത്, ഇൻപുട്ട് കൊടുക്കുന്നത്. ക്ലിയർ? പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ജോയിൻ ചെയ്ത് യു ആർ ബി ഗെറ്റിംഗ് യുവർ RC ഹിയർ ആൻഡ് VCC. ക്ലിയർ? ദെൻ ഇവിടെ നിന്നാണ് നിങ്ങൾ AC ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്നാണ് നിങ്ങൾ AC ഔട്ട്പുട്ട് C2. അപ്പോൾ ഇത്രയുള്ള സർക്യൂട്ട്. അപ്പോൾ ഇതിന് നമ്മൾ AC ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ കപ്പാസിറ്റേഴ്സിനൊക്കെ നമുക്ക് നെഗ്ലക്ട് ചെയ്യണം. അപ്പോൾ കപ്പാസിറ്റേഴ്സിന് നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള സർക്യൂട്ട് വരയ്ക്കാം. ഏതാണ്? ഈ R1 ഉണ്ടാവും, പിന്നെ ആരുണ്ടാവും, R2 ഉണ്ടാവും. ദെൻ യു വിൽ ബി ഹാവിങ് ഓക്കെ ഈ സർക്യൂട്ട്സ് ഉണ്ടാവും. പിന്നെ ആരുണ്ടാവും, നമ്മൾ AC അനാലിസിസ് DC അനാലിസിസ് എടുക്കുമ്പോൾ നമ്മൾ സീനൊക്കെ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ കൺസെപ്റ്റ്. ഓക്കെ, ഇവിടെ RC, ദെൻ ഇവിടെ ആരുണ്ട്, നമ്മുടെ VCC ഉണ്ട്. ഓക്കെ, ക്ലിയർ? ദെൻ വാട്ട് ഹാപ്പൻസ് ഈസ് ഇത് കളക്ടറാണ്. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ഈസ് ഇത് പ്ലസ് ഓർ മൈനസ് എന്താണ്, VCE ആണ്. സിമിലർലി ഇവിടെ നമ്മുടെ ഏത് പോയിൻ്റ് ഉണ്ട്, VB ഉണ്ട്. ശരിയല്ലേ? അപ്പം എന്താണ് ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇതിൽ നിങ്ങൾ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IEയും ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്, IC ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ വോൾട്ടേജ് ഡിവൈഡർ ബയസ് സർക്യൂട്ട്, ഈ ഒരു സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ഡിവൈഡർ ബയസ് സർക്യൂട്ടിൽ നമ്മൾ എടുക്കുന്നത് ഇവിടെ അപ്രോക്സിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ആദ്യം നടത്താൻ പോകുന്നത്. വി ആർ ഫൈൻഡിങ് അപ്രോക്സിമേറ്റ് അനാലിസിസ്. ഓക്കെ, അപ്രോക്സിമേറ്റ് അനാലിസിസ് ആണ് നടത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അസ്യൂം ചെയ്യുന്ന IB 0 ആയിട്ട് അസ്യൂം ചെയ്യും. ഓക്കെ, അതിന് മുന്നേ ഇത് വോൾട്ടേജ് ഡിവൈഡർ ബയസ് ആയതുകൊണ്ടാണ് നിങ്ങൾ VB എത്രയാണ് വരിക, VB വിൽ ബി R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ഇൻറ്റു VCC. ശരിയല്ലേ? അങ്ങനെയല്ലേ കിട്ടുക. അപ്പോൾ R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ഇൻറ്റു VCC. ഇങ്ങനെയാണ് നമ്മുടെ വോൾട്ടേജ് ഡിവൈഡർ ബയസിൻ്റെ ബേസ് വോൾട്ടേജ് വരിക. ക്ലിയർ? അപ്പോൾ VB എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, സിമിലർലി നമ്മളെ കയ്യിൽ ബാക്കിയുള്ള ക്വാണ്ടിറ്റികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ ഇത് നെഗ്ലക്റ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആണ് നിങ്ങളുടെ എന്തുള്ളത്, ബേസ് ഉള്ളത് അല്ലേ, ബേസിൻ്റെ വോൾട്ടേജ് അല്ലെങ്കിൽ VB ഉള്ളതെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മുടെ VB ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ സർക്യൂട്ട് എങ്ങനെ വരും, ഇത് പോയി. ഓക്കെ, ഇത് പോയി കഴിഞ്ഞാൽ ബാക്കി ഏതൊക്കെ കാര്യങ്ങൾ കയ്യിൽ വരും, നമ്മുടെ ഇത് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും, ഇത് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള സർക്യൂട്ടുകളാണ് വരയ്ക്കേണ്ടത് അല്ലേ. ഇവിടെ ബേസ്, എമിറ്റർ, നമ്മുടെ കയ്യിൽ ആകെ ഉണ്ടാവുക യു വിൽ ബി റിമൈനിങ് ഈ ഒരു സർക്യൂട്ട് മാത്രമാണ് റിമെയിൻ ചെയ്യുക അല്ലേ. RE ഉണ്ടാവും, RC ഉണ്ടാവും, ഇവിടെ എന്താണ് VCC. ക്ലിയർ? ബാക്കിയൊക്കെ നമുക്ക് എന്താണ് പോയി അല്ലേ. അപ്പോൾ ഇവിടെ VB, ഇത് ബേസ്, ഇത് കളക്ടർ, ഇതെന്താണ് എമിറ്റർ, ദിസ് ഈസ് യുവർ RE. അപ്പം ഇത്രയും സർക്യൂട്ടാണ് നമ്മുടെ കയ്യിലുണ്ടാവുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഒരു അനാലിസിസ് ചെയ്യാം. ദെൻ വി ഹാവ് ടു ഡു വൺ മോർ തിങ്. ഓക്കെ, അപ്പോൾ ഇതിലെ ഫ്ലോ ചെയ്യുന്ന ഇവിടെയാണ് നമ്മൾ എന്ത് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇത് പ്ലസ് ഓർ മൈനസ് VCE ആണ്. സിമിലർലി ഇവിടെ പ്ലസ് ഓർ മൈനസ് ആരും ഉണ്ട്, VBE ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ IE എന്ന് പറഞ്ഞ ഇക്വേഷൻ എങ്ങനെ എഴുതും, IE എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് VE ഡിവൈഡഡ് ബൈ RE. ശരിയല്ലേ? അതുപോലെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് എന്താണ്, IC വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു I എന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓർമ്മയില്ലേ? അതവിടെ നിൽക്കട്ടെ. ദെൻ VE എന്ന് പറഞ്ഞാൽ എന്താണ്, VE എന്ന് പറഞ്ഞാൽ VB മൈനസ് VBE അല്ലേ. VE എന്ന് പറഞ്ഞാൽ എമിറ്ററിലെ അതുപോലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VB മൈനസ് VBE അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് എമിറ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജും കിട്ടാം. ക്ലിയർലി നമ്മളിനി KVL അപ്ലൈ ചെയ്ത് നോക്കൂ.
നമ്മൾ KVL അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ എന്താ വരിക? യു വിൽ ഗെറ്റ് VCC മൈനസ്, ഇവിടെയാണ് KVL അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? VCC മൈനസ് ICRC മൈനസ് VCE മൈനസ് IERE ഈക്വൽ ടു 0. ശരിയല്ലേ? അപ്പോൾ VCE മാത്രം എഴുതുവാണെങ്കിൽ എന്ത് വരും? യു വിൽ ഗെറ്റ് VCC മൈനസ് ICRC മൈനസ് IE ഇൻറ്റു RE. ക്ലിയർ? VCE മാത്രം ഇക്വേഷൻ എന്ത് വരും? ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് VCC മൈനസ് IC ഇൻറ്റു RC പ്ലസ് RE. ശരിയല്ലേ? അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ ഫോർ VC. അപ്പോൾ VCൻ്റെ ഇക്വേഷൻ കിട്ടി, വിൻ്റെ ഇക്വേഷൻ കിട്ടി, അതുപോലെ ICന്നൊക്കെ ഇക്വേഷൻ കിട്ടി അല്ലേ? അപ്പോൾ നമ്മുടെ എക്സ്പ്രഷനുകൾ നോക്കുവാണെങ്കിൽ എല്ലാ എക്സ്പ്രഷനുകളും എന്തിന് ഇൻഡിപെൻഡൻ്റ് ആണ്? ഓൾ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? യുവർ ഓപ്പറേറ്റിംഗ് പോയിന്റ് Q ഈസ് ഓൾമോസ്റ്റ്, അല്ലെങ്കിൽ യുവർ Q ഈസ് ഓൾസോ ഇൻഡിപെൻഡൻറ്റ് ഓഫ് യുവർ ബീറ്റ. ബീറ്റയ്ക്ക് എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. ശരിയല്ലേ? ഇനി നമ്മൾ പറഞ്ഞു ഈ ഡിവൈഡർ ബയസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തെവനിൻസ് സർക്യൂട്ട് വെച്ചിട്ടാണ് ഇതിൻ്റെ അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് മുന്നേ ഈ ക്വാണ്ടിറ്റീസ് കണ്ടുപിടിച്ചു എന്ന് മാത്രം. അപ്പോൾ തെവനിൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വേറെയും കുറച്ച് നമ്മൾക്ക് ഈ ഒരു ഫോർമുലാസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ VC വരെ കിട്ടും, നമുക്ക് IB കിട്ടാനുണ്ട്. IB കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തെവനിൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തെവനിനിലേക്ക് കടക്കാം. അപ്പോൾ തെവനിനിലേക്ക് കടക്കുമ്പോൾ തെവനിൻ്റെ സർക്യൂട്ട് എങ്ങനെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെ RE ഉണ്ട്, സിമിലർലി ഇവിടെ R1, ദെൻ ഇവിടെ എന്താണ്? ഇവിടെ VCC ആണ്. സിമിലർലി ഇവിടെ ഇതെന്താണ്? VCC or R2. ഓക്കെ, ഇവിടെ ബേസ്, ഇത് VCC, ഇവിടെ RC. ഓക്കെ, ഇത് കണക്ഷൻ കറക്റ്റാണ്. അപ്പോൾ ഇത് RC, ഇത് VCC, ഇതിൻ്റെ ക്രോസാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെയാണ്, ഇതാണ് നിങ്ങളുടെ എമിറ്റർ, ഇതാണ് നിങ്ങളുടെ RE എന്ന് പറയുന്ന പോയിന്റ് അല്ലേ? നമ്മൾ തെവനിൻ റെസിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം തെവനിൻ ഇക്വലൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ലുക്കിംഗ് ഫ്രം ദിസ് സൈഡ്. ഈ സൈഡിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്ത് നോക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ തെവനിൻ ഇക്വലൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? തെവനിൻ ഇക്വലൻറ്റ് കാൽക്കുലേറ്റ് നമ്മൾ ആദ്യം തെവനിൻ റെസിസ്റ്റൻസ് മാത്രം കാണണം. തെവനിൻ റെസിസ്റ്റൻസ് കാണാം, ഇത് ഷോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇത് ഷോർട്ട് ചെയ്യുമ്പോഴുള്ള സർക്യൂട്ട് എങ്ങനെ വരിക? ഇറ്റ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്. ഇതുപോലെയല്ലേ വരിക? ശരിയല്ലേ? അപ്പം ഇത് R1, അതുപോലെ ഇതാരാണ്? ഇത് R2 ആണ്. ഓക്കെ, അപ്പോൾ തെവനിൻ്റെ ഇക്വലൻറ്റ് എന്ത് വരും? ഇത് വിൽ ബി RTH ഈസ് ഈക്വൽ ടു R1 പാരലൽ R2. അപ്പോൾ സിമിലർലി നിങ്ങൾ VTH എന്ത് വരും? ഇറ്റ് വിൽ ബി R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ഇൻറ്റു VCC. ക്ലിയർ? ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന അനാലിസിസ് ചെയ്യാൻ വേണ്ടി നമ്മൾ IB കാണാൻ വേണ്ടി ഇതിനെ ഒന്നും കൂടി ഒന്ന് റീഡ്രോ ചെയ്യണം. കാരണം നമുക്ക് തെവനിന് RTH ഇവിടെ കിട്ടിയില്ല. അപ്പോൾ RTH ഇവിടെ വെച്ചിട്ട് നമ്മളിത് വരക്കണം. വരക്കുമ്പോൾ എങ്ങനെ വരും? നമ്മൾ വരക്കുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ്, ഇത് RE തന്നെ, ഇതിലൊന്നുമല്ല മാറ്റം വരുന്നത്, ആകെ ആ ഒരു ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ ആ ചേഞ്ച് പറയാം. ഓക്കെ, ഇത് RC, ഇത് VCC, ഇതിലേ പോകുന്ന കറണ്ട് IC, ഇത് C, ദെൻ പ്ലസ് ഓർ മൈനസ് VCE, ഇതാണ് എമിറ്റർ അല്ലേ? അപ്പോൾ ഇതിലേ പോകുന്ന കറണ്ടാണ് IE, ദെൻ ഇതാണ് RTH, ഇതാണ് B, ദെൻ അപ്പോൾ ഇതിലെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജാണ് ഇത് VTH. ക്ലിയർ? ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് IB. അപ്പോൾ കറണ്ടുകളും വോൾട്ടേജുകളൊക്കെ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയാണ് എന്ത് ചെയ്യുന്നത്? KVL അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ KVL അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് നോക്കാം. യു ആർ ഗെറ്റിംഗ് VTH മൈനസ് IB ഇൻറ്റു RTH മൈനസ് VBE മൈനസ് IERE ഈക്വൽ ടു 0. കറക്റ്റ്? ദെൻ VTH മൈനസ് VBE ആണ് നമ്മൾ എടുക്കുന്നത്. VTH മൈനസ് VBE ഈസ് ഈക്വൽ ടു IB ഇൻറ്റു RTH പ്ലസ് IE ഇൻറ്റു RE. ക്ലിയർ? ഇനി നമ്മൾ നോക്കുമ്പോൾ വി ക്യാൻ അഗെയിൻ കൺക്ലൂഡ് ദാറ്റ് VTH മൈനസ് VBE ഈക്വൽ ടു നമ്മുടെ I എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. I എന്താണ്? ബീറ്റ പ്ലസ് 1 ഇൻറ്റു IB അല്ലേ? അല്ലേ? I എന്ന് പറഞ്ഞാൽ ബീറ്റ പ്ലസ് 1 ഇൻറ്റു IB അല്ലേ? അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? IB ഇൻറ്റു RTH പ്ലസ് ബീറ്റ പ്ലസ് 1 ഇൻറ്റു IB ഇൻറ്റു RE. ക്ലിയർ? ഇതിന് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുമ്പോൾ എന്ത് വരും? യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് VTH
മൈനസ് വി ബി ഇ ഈക്വൽ ടു ഐ ബി ഇൻറ്റു ആർ ടി എച്ച് പ്ലസ് ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആർ ഇ. ശരിയാണല്ലോ. ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ ഐ ബി മാത്രം കാണുമ്പോൾ എത്ര വരും? യു വിൽ ഗെറ്റ് ഐ ബി ആസ് വി ടി എച്ച് മൈനസ് വി ബി ഇ ഡിവൈഡഡ് ബൈ ആർ ടി എച്ച് പ്ലസ് ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആർ ഇ. ക്ലിയർ? ദിസ് ഈസ് യുവർ ഇക്വേഷൻ ഫോർ യുവർ ഐ ബി. ബേസ് കറണ്ട് ഇക്വേഷനാണിത്. ഇതിൻ്റെ അകത്ത് കളക്ടർ കറണ്ട് കാണാൻ നമുക്ക് പറ്റും. എന്താണ്? ഐ സി ഈക്വൽ ടു ബീറ്റ ഐ ബി എന്നാണ് നമുക്ക് അറിയാം അല്ലേ? അപ്പോൾ അത് പ്രശ്നമല്ല. നിങ്ങൾ അസ്യൂം ചെയ്യുക, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ബീറ്റ വെരി ലാർജ് ആണ്. അപ്പോൾ ബീറ്റ വെരി ലാർജ് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഐ സി എന്താണ്? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഐ ബി ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? എന്താ കിട്ടുക? നമ്മൾ ഇക്വേഷൻസിൽ ഉള്ള മാറ്റങ്ങൾ എന്താ വരിക നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ എഴുതാം. എന്താണ് നമുക്കറിയാം. ഓക്കെ, അതിനു മുന്നേ നമ്മളുടെ വി സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. ഓക്കെ, വി സി അല്ല, നമ്മളിപ്പോൾ ഐ സി ഈക്വൽ ടു ഐ എന്ന് അപ്രോക്സിമേറ്റ് ഐ നമുക്ക് എഴുതാം. ഐ ഈസ് ഈക്വൽ ടു എന്ത് വരും? വി ടി എച്ച് മൈനസ് വി ബി ഇ ഡിവൈഡഡ് ബൈ ഇത് ഇങ്ങോട്ട് എടുക്കുക, താഴോട്ട് എടുക്കുക. അപ്പോൾ ആർ ടി എസ് ഡിവൈഡഡ് ബൈ ബീറ്റ പ്ലസ് 1 പ്ലസ് ആർ ഇ. ശരിയാണല്ലോ. ഈ ടേം വളരെ സ്മോളാണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? യു വിൽ ഗെറ്റ് ഇക്വേഷൻ ആസ് ഐ ഈസ് ഈക്വൽ ടു വി ടി എച്ച് മൈനസ് വി ബി ഇ ഡിവൈഡഡ് ബൈ ആർ ഇ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഉറപ്പിക്കാം, നമ്മളുടെ ഐ ഇ എന്താണ്? ഐ ഇ ഈസ് ഓൾസോ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റ. ശരിയാണല്ലോ. വി സി നമുക്ക് ഓൾറെഡി കിട്ടി. എന്താണ് വി സി? എന്താണ്? ഇറ്റ് ഈസ് വി സി സി മൈനസ് ഐ സി ഇൻറ്റു ആർ സി പ്ലസ് ആർ ഇ. അല്ലേ? അപ്പോൾ ഐ സി കിട്ടി, ഐ ഇ കിട്ടി, ഐ ബി കിട്ടി അല്ലേ? ഐ ഇ കിട്ടി, നമുക്ക് വി സിൻ്റെ ഇക്വേഷൻ കിട്ടി, ഐ ബിൻ്റെ ഇക്വേഷൻ കിട്ടി, എല്ലാ ഇക്വേഷൻസും കിട്ടി. ഓക്കെ, അപ്പം ഇതിൽ പറയാനുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ തെവനിൻ റെസിസ്റ്റൻസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഇഫ് യുവർ തെവനിൻ റെസിസ്റ്റൻസ് ആർ ടി എച്ച് ഈസ് വെരി മച്ച് ലെസ് ദാൻ യുവർ ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആർ ഇ ആണെങ്കിൽ, അതായത് ഇറ്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് എത്ര പ്രാക്ടിക്കൽ വാല്യൂകൾ വേണം? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആർ ടി എസിൻ്റെ വാല്യൂ അല്ല ആർ ബിൻ്റെ വാല്യൂ കണ്ടില്ലേ? അതുപോലെ ആർ ടി എസിൻ്റെ വാല്യൂ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി 100 ടൈംസ് ഈ ലെസ് ദാൻ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് വിൽ ബി ഈക്വൽ ടു 0.01 ഇൻറ്റു ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആർ ഇ ആയിരിക്കണം. അപ്പോൾ ഒരു സ്റ്റേബിൾ ക്യൂവിന് ശരിക്ക് അത്രയും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 ടൈംസ് എങ്കിലും സ്മോളർ ആയിരിക്കണം. സോ യുവർ ആർ ടി എസ് ഷുഡ് ബി ലെസ് ദാൻ 0.1 ഇൻറ്റു ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആർ ഇ എങ്കിലും വേണം. ക്ലിയർ? അപ്പോൾ ഈ ഐ എന്ന് പറയുന്ന സാധനം നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്ത് നമ്മൾ എന്താണ്? ഇൻഡിപെൻഡൻ്റ് ഓഫ് ബീറ്റ. ശരിയല്ല? അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിൻറ്റ്സിൽ എന്താണ്? ഓപ്പറേറ്റിംഗ് പോയിന്റുകൾ എല്ലാത്തിൻ്റെയും കണ്ടീഷനും എന്താണ്? ഇൻഡിപെൻഡൻ്റ് ഓഫ് ബീറ്റ ആണെന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ. അപ്പോൾ വി വിൽ ഗെറ്റ് അവർ സ്റ്റേബിൾ ഓപ്പറേറ്റിംഗ് പോയിന്റ്. നമുക്ക് സ്റ്റേബിൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം? ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, സിമിലർലി അടുത്തൊരു സാധനമാണ് കളക്ടർ ഫീഡ്ബാക്ക് ബയസ്. ഓക്കെ, ഈ സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദിസ് സർക്യൂട്ട് ട്രൈസ് ടു സ്റ്റെബിലൈസ് യുവർ ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഈ ഓപ്പറേറ്റിംഗ് പോയിന്റിനെ സ്റ്റെബിലൈസ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ ത്രൂ നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, നെഗറ്റീവ് ഫീഡ്ബാക്ക് അപ്ലൈ ആയിട്ട് എന്ത് ചെയ്യും? ഓപ്പറേറ്റിംഗ് പോയിന്റിനെ സ്റ്റെബിലൈസ് ചെയ്യും. കാരണം ഈ പേര് പോലെ തന്നെ നമ്മൾ കളക്ടർ ടു എ ബേസ് ത്രൂ എ ബേസ് റെസിസ്റ്റർ, ഒരു ബേസ് റെസിസ്റ്റർ ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സർക്യൂട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മളെ സർക്യൂട്ട് എങ്ങനെയാണ് വരിക? ഇത് മീറ്റർ, ഇതാണ് നിങ്ങളുടെ ആർ സി, ഇവിടെ വി സി സി ഉണ്ടാവും. ഇതിലാണ് എ സി ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്, C2. ഇതാണ് നിങ്ങളുടെ C1 അല്ലേ? ദിസ് ഈസ് യുവർ എ സി ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇതിൽ കണക്ഷൻ വരിക. ഇതെന്താണ്? ബേസ്. ദിസ് ഈസ് യുവർ ആർ പി. ക്ലിയർ? ഇതാണ് ഈ കളക്ടറിന് ബേസിലേക്ക് ഒരു റെസിസ്റ്റർ വെച്ചുള്ള കണക്ഷൻ. അതാണ് നമ്മൾ കളക്ടർ ഫീഡ്ബാക്ക് ബയാസിങ്. ഓക്കെ, ഇനി നമ്മൾ ഫോർ ഒരു ബെറ്റർ അനാലിസിസ്, നമ്മൾ ഡി സി അനാലിസിസ് നടക്കുമ്പോൾ സി ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പൺ സർക്യൂട്ട് ചെയ്യും അല്ലേ? അപ്പോൾ നമ്മളുടെ സർക്യൂട്ട് എങ്ങനെയാണ് വരിക? യുവർ സർക്യൂട്ട് വിൽ ലുക്ക് ലൈക്ക്, ആ സി എല്ലാം എന്താവും? പോവും. ആ സി എല്ലാം പോയിട്ട് റിമൈനിങ് വൺ മാത്രമേ നമുക്ക് കയ്യിലുണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക? ഇവിടെ ആർ ബി ഉണ്ടാവും, ഇവിടെ ആരുണ്ടാവും? ഇവിടെ ആർ സി ഉണ്ടാവും. ശരിയാണല്ലോ? ഇതിൻ്റെ ക്രോസ് നമ്മളെ കളക്ടറിൻ്റെ, സോറി ഇതല്ല,
ഇവിടെ ഈ പോയിൻറ്റിൻ്റെ ക്രോസ് എന്താണ് നമ്മുടെ കളക്ടറിൻ്റെ സി അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ആർ സി, ഇതാണ് വി സി സി. ക്ലിയർ. ദെൻ ഇതാണ് നിങ്ങളുടെ എമിറ്റർ പോയിൻ്റ്, ഇതാണ് നിങ്ങളുടെ ബേസ് പോയിൻ്റ്. ഓക്കെ. അപ്പം ഇതിലുള്ള ബാക്കി കറണ്ടുകൾ എങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ, ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് നിങ്ങളുടെ ഐ ബി. ഇതാണ് നിങ്ങളുടെ ഇവിടെയുള്ള വോൾട്ടേജാണ് നിങ്ങൾ പറയുന്നത് വി ബി എന്ന് പറയുന്ന സാധനം. ഓക്കെ. ഈ ഒരു നോഡിനും പ്രത്യേകതയുണ്ട്, അത് ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ ഒരു നോഡിനും പ്രത്യേകതയുണ്ട്, ഇവിടെ ഒരു നോഡിനും പ്രത്യേകതയുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് പ്ലസ് ഓർ മൈനസ് എന്താണ് വി ബി ആണ്. ദെൻ ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഐ സി എന്നും ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഐ സി ഡാഷ് എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് രണ്ട് ചേഞ്ചസും ജസ്റ്റ് നോട്ട് ചെയ്യുക. അപ്പോൾ ഇതിലെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ടെമ്പറേച്ചർ കാരണം നമ്മൾ ഈ സർക്യൂട്ട് എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് സ്റ്റെബിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ടെമ്പറേച്ചർ കാരണം നമ്മൾ ഐ സി എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഐ സി കൂടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആർ അല്ലേ, ഇതും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത് കാരണം നിങ്ങളുടെ വി സി എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. വി സി ഏത് നോഡിൽ റെഡ്യൂസ് ചെയ്യുന്നത്, ഇവിടെ എന്ത് ചെയ്യും, വി സി എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഓക്കെ. അപ്പം നമ്മൾ ഈ ഫോർവേഡ് ബയസ് ആയിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വോൾട്ടേജ് അക്രോസ് ദിസ് നോഡ്, ഈ നോഡിലെ വോൾട്ടേജ് എത്രയാണ്, ഈ പ്ലസ് വി ബി അല്ലേ, അതായത് എത്രയാണ്, അത് 0.7 അല്ലേ. ഓക്കെ. അപ്പോൾ ആസ് യുവർ വി സി ഇ ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വി സി ഇ അല്ലേ, വി സി ഇ ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഐ ബി എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. വി സി ഇ ഡിക്രീസ് ചെയ്യുന്നത് നിങ്ങളുടെ ഐ ബി എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ ബി റെഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഐ സി റെഡ്യൂസ് ചെയ്യും, കാരണം ബീറ്റ ഇൻറ്റു ഐ ബി അല്ലേ. അപ്പോൾ ഐ ബി റെഡ്യൂസ് ചെയ്യുന്ന കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഐ സിയും റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ സർക്യൂട്ട് എന്ത് ചെയ്യാൻ വേണ്ടി എന്ന് വെച്ചാൽ സർക്യൂട്ടിനെ സ്റ്റെബിലൈസ് ചെയ്യാം വിത്ത് എനി ചേഞ്ച് ഇൻ യുവർ ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ത് ചേഞ്ച് വന്നാലും ഡ്യൂ ടു എനി ചേഞ്ച് ഇൻ ഐ സി ദ സർക്യൂട്ട് വിൽ ട്രൈ ടു സ്റ്റെബിലൈസ്. ഓക്കെ. സർക്യൂട്ട് എന്ത് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റെബിലൈസേഷൻ നടക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് വീണ്ടും നേരത്തെ പോലെ കുറേ ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത് കാര്യമായിട്ട് ഇതിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഇക്വേഷൻസ് ആയിട്ട് എന്ത് ചെയ്യാം, പോവാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് യുവർ ഐ സി ഡാഷ്. എന്താണ് ഐ സി ഡാഷ്? എന്താണ് നിങ്ങളുടെ ഐ സി പ്ലസ് ഐ ബി അല്ലേ. അല്ല, ഐ സി ഡാഷ് എന്ന് പറഞ്ഞാൽ നോഡിലേക്ക് എത്തുമ്പോൾ അങ്ങനെ തന്നെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഐ സി എന്ന് പറഞ്ഞാൽ എന്താണ്, ബീറ്റ ഇൻറ്റു ഐ ബി ആണല്ലേ. അപ്പം ഇഫ് യു വാല്യൂ ഓഫ് ബീറ്റ ഈസ് വെരി ഹൈ, ബീറ്റ വെരി ഹൈ ആണെന്ന് പറയുമ്പോൾ വി ക്യാൻ നെഗ്ലക്ട് യുവർ ഐ ബി. ഐ ബി നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇക്വേഷൻ വരും ഐ സി ഡാഷ് ഈസ് ഈക്വൽ ടു ഐ സി എന്ന് വരിക. നിങ്ങൾക്കറിയാം ഐ സി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ബീറ്റ ഐ ബി. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഐ സി ഡാഷ് ഈസ് ഈക്വൽ ടു ഐ സി എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഐ സി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം, ബീറ്റ ഇൻറ്റു ഐ ബി എന്നും എഴുതാം. ക്ലിയർ. ഇനി ഔട്ട്പുട്ട് സൈഡിൽ നമ്മൾ കെ വി എൽ അപ്ലൈ ചെയ്താൽ എന്താ വരുമെന്ന് നോക്കാം. ഔട്ട്പുട്ട് സൈഡിൽ കെ വി എൽ അപ്ലൈ ചെയ്താൽ എന്ത് വരും, വി സി സി മൈനസ് ഐ സി ആർ സി മൈനസ് വി സി ഇ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് വി സി ഇൻ്റെ ഇക്വേഷൻ കിട്ടും. എത്രയാണ്, വി സി സി മൈനസ് ഐ സി ആർ സി. ക്ലിയർ. ഇതാണ് നമ്മുടെ കളക്ടർ ഫീഡ്ബാക്ക് ബയാസിൻ്റെ ഇക്വേഷൻ, വി സി സി മൈനസ് ഐ സി ആർ സി. ഓക്കെ. അപ്പം നമ്മൾ കെ വി എൽ നമ്മളിനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കെ വി എൽ നമ്മൾ ഈ ഇൻപുട്ട് സൈഡിൽ അപ്ലൈ ചെയ്യാം. ഇൻപുട്ട് സൈഡിൽ കെ വി എൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ വരിക നമുക്ക് എഴുതാം, യു വിൽ ഗെറ്റ് വി സി സി മൈനസ് ഐ സി ആർ സി മൈനസ് ഐ ബി ആർ ബി മൈനസ് വി ബി ഇ ഈക്വൽ ടു 0. ശരിയല്ലേ. ഇതിന് പ്രകാരം വി സി സി മൈനസ് വി ബി ഇ ഈക്വൽ ടു ഐ ബി ആർ ബി പ്ലസ് ഐ സി ആർ സി. ക്ലിയർ. ദെൻ ദിസ് ഈസ് ഈക്വൽ ടു യുവർ ഐ ബി ആർ ബി പ്ലസ് ഐ സിക്ക് വരെ എങ്ങനെ എഴുതാം, ബീറ്റ ഐ ബി എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ബീറ്റ ഐ ബി ഇൻറ്റു ആർ സി ദെൻ വി സി സി മൈനസ് വി ബി ഇ. ഓക്കെ. അതുപോലെ ഐ ബിക്ക് വരെ നമുക്ക് എങ്ങനെ എഴുതാം, ഐ ബി is equal to വി സി സി മൈനസ് വി ബി ഇ ഡിവൈഡഡ് ബൈ ആർ ബി പ്ലസ് ബീറ്റ ആർ സി. ദിസ് ഈസ് യുവർ ഇക്വേഷൻ ഫോർ ഐ ബി in a collector feedback bias. So your IB will be equal to VCC minus VB divided by RB plus beta RC. Okay. ഇവിടെ നിങ്ങൾ വി സി സിൻ്റെ ഇക്വേഷനാണ് ഇത്. ഇതാണ് നിങ്ങളുടെ ഐ സി ഡാഷിൻ്റെ ഇക്വേഷൻ. ക്ലിയർ. നെക്സ്റ്റ് സിമിലർലി നമ്മളുടെ ഈ സ്റ്റെബിലിറ്റി ഇപ്പോൾ ഇത് കിട്ടി. ഓക്കെ. ബേസ് കറണ്ടൊക്കെ കിട്ടി. ഇനി നമുക്ക് സ്റ്റെബിലിറ്റി കുറച്ചും കൂടി കൂട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ, ടു ഇൻക്രീസ് ദ സ്റ്റെബിലിറ്റി യു ജസ്റ്റ് ആഡ്
അല്ലെങ്കിൽ ടു ഇൻക്രീസ് സ്റ്റെബിലിറ്റി യു ജസ്റ്റ് അപ്ലൈ അല്ലെങ്കിൽ യു ജസ്റ്റ് ആഡ് എ റെസിസ്റ്റർ. എന്ത് റെസിസ്റ്റർ ആയിരിക്കും ആഡ് ചെയ്യേണ്ടി വരിക? നേരത്തെ ചെയ്ത പോലെ എമിറ്റർ റെസിസ്റ്റൻസ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് അഡീഷണൽ ഫീഡ്ബാക്ക് കിട്ടും. സോ വി ഹാവ് ടു ആഡ് എ റെസിസ്റ്റർ അഡീഷണലി. അതാണ് നിങ്ങളുടെ കളക്ടർ ഫീഡ്ബാക്ക് ബയാസ് വിത്ത് എമിറ്റർ റെസിസ്റ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫിഗർ എന്തെങ്കിലും ചെറിയൊരു മാറ്റമല്ലേ വരുള്ളൂ. ഏതാണ് മാറ്റം വരിക? ഇവിടെ നമ്മൾ പറയുന്ന ആ റെസിസ്റ്ററും കൂടി വരും. അതാണ് നമ്മളെ ഫീഡ്ബാക്ക് റെസിസ്റ്റർ RE. ശരിയല്ല? അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ത് ചെയ്യാം? പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത് സഹായിക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റെബിലൈസേഷൻ എന്ത് ചെയ്യാം? കൂട്ടാൻ വേണ്ടി സാധിക്കും. ദിസ് ഈസ് യുവർ IC ആൻഡ് ദിസ് ഈസ് യുവർ RB. ഇതിലൊക്കെ മെയിനായിട്ട് ഈ ഇക്വേഷൻ കുറേ പഠിക്കലും കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, പിന്നെ സ്റ്റെബിലിറ്റീൻ്റെ കുറച്ച് ഇക്വേഷൻസ് വരുന്നുണ്ട്. അത് സെപ്പറേറ്റ് ഇക്വേഷൻസ് ആണ്, അതും കൂടിയാണ് പഠിക്കാനുള്ളത്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞു പോയാൽ മതി, വലിയ കാര്യമൊന്നുമില്ല. ഇതിൻ്റെ പ്രോബ്ലമൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പ്ലസ് ഓർ മൈനസ്, ഇത് VCE ആണ്. നേരത്തെ പോലെ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ IC ഡാഷ്. ഇവിടെ നിങ്ങളുടെ രണ്ട് IC ഉണ്ട്, ഇവിടെ രണ്ട് IE ഉണ്ട്. നേരത്തെ ഈ IE ഉണ്ടായിരുന്നില്ല, ശരിയല്ലേ? ഇതാണ് നിങ്ങളുടെ ബേസ്. ഇതിൽ കറണ്ട് പോകുന്നത് ഇതിൽ തന്നെയാണ് നേരത്തെ IB പോയിരുന്നത്, അല്ലേ? അപ്പോൾ നമ്മളിനി ഇക്വേഷൻസ് എഴുതുമ്പോൾ എങ്ങനെ വരും? യു വിൽ ഗെറ്റ് IC ഡാഷ് ഈക്വൽ ടു എന്താണ്? IC പ്ലസ് IB തന്നെയാണ്. IC ഡാഷ് നമ്മൾ നേരത്തെ പോലെ IBനെ ഒഴിവാക്കിയിട്ട് IC ഡാഷ് ഈക്വൽ ടു IC എന്ന് എഴുതാം, അല്ലേ? നമുക്കറിയാം IC ഈക്വൽ ടു എന്ത് തന്നെയാണ്? IE ആണ്, ശരിയല്ലേ? ഇതാ ഇവിടെ കാണുന്നില്ലേ? ഈക്വൽ ടു IE. അപ്പം അങ്ങനെ വരെ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇൻപുട്ട് സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക? KVL അപ്ലൈ ചെയ്യുക. ഇൻപുട്ട് സൈഡിൽ KVL അപ്ലൈ ചെയ്താൽ എന്ത് വരും? VCC മൈനസ് ICRC മൈനസ് IBRB മൈനസ് VBE മൈനസ് IERE ഈക്വൽ ടു 0, അല്ലേ? നമ്മളിതെല്ലാം കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ തൊട്ട് ഇങ്ങനെ വന്ന് ഇവിടെ എല്ലാം കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം എന്താണ് നിങ്ങൾക്ക് VCC മൈനസ് VBE എന്താ വരിക? യു വിൽ ഗെറ്റ് IBRB പ്ലസ് IC ഇൻറ്റു RC പ്ലസ് RE, ശരിയല്ലേ? അപ്പം ഇത് മാറ്റി എഴുതുമ്പോൾ എന്ത് വരും? യു വിൽ ഗെറ്റ് IBRB പ്ലസ് ICക്ക് പകരം ബീറ്റ IB എന്ന് എഴുതും. അപ്പോൾ ബീറ്റ IB ഇൻറ്റു RC പ്ലസ് RE. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരം നിങ്ങളുടെ IB എന്താണ്? യുവർ IB വിൽ ലുക്ക് ലൈക്ക് VCC മൈനസ് VBE ഡിവൈഡഡ് ബൈ RB പ്ലസ് ബീറ്റ ഇൻറ്റു RC പ്ലസ് RE. ഓക്കെ, ബീറ്റ ഇൻറ്റു RC പ്ലസ് RE. ക്ലിയർ? അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ, IBൻ്റെ ഇക്വേഷൻ. ഓക്കെ, നേരത്തെ നമ്മൾ കിട്ടിയ സെയിം ഇക്വേഷനാണ്. നമ്മൾ അതിൽ ചെറിയൊരു ചേഞ്ചസ് മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ ആ ഒരു ചേഞ്ചസ് എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ അറിയേണ്ട ഈ കാര്യം എന്ന് വെച്ചാൽ KVL ഔട്ട്പുട്ട് സൈഡിൽ KVL അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? യു വിൽ ഗെറ്റ് VCC മൈനസ് ICRC മൈനസ് VCE മൈനസ് IERE ഈക്വൽ ടു 0, ശരിയല്ലേ? അപ്പോൾ VCE ഈക്വൽ ടു VCC മൈനസ് IC ഇൻറ്റു RC പ്ലസ് RE. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ. ഇതാണ് നിങ്ങളുടെ VCൻ്റെ ഇക്വേഷൻ. VC ഈക്വൽ ടു VCC മൈനസ് IC ഇൻറ്റു RC പ്ലസ് RE. ഓക്കെ, അപ്പം IB കിട്ടി, അതുപോലെ നമുക്ക് എന്തും കിട്ടി? VCEയും കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയാനുള്ളത് ഈ RBനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇഫ് യുവർ RB, അത് നമ്മൾക്ക് ഇക്വേഷൻ ജസ്റ്റ് ഒന്നുകൂടി എഴുതാം. IB ഈസ് ഈക്വൽ ടു VCC മൈനസ് VBE ഡിവൈഡഡ് ബൈ RB പ്ലസ് ബീറ്റ ഇൻറ്റു RC പ്ലസ് RE. ഓക്കെ, ഇതിൽ ഇഫ് യുവർ RB ഈസ് വെരി മച്ച് ലെസ് ദാൻ ഈ ഒരു ടേം, വെരി മച്ച് ലെസ് ദാൻ ഈ ഒരു ടേം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? RB എന്ത് ചെയ്യാം? നെഗ്ലക്റ്റ് ചെയ്യാം. RB ക്യാൻ ബി നെഗ്ലക്റ്റഡ്, അല്ലേ? അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? യു വിൽ ഗെറ്റ് IB ഈസ് ഈക്വൽ ടു VCC മൈനസ് VBE ഡിവൈഡഡ് ബൈ ബീറ്റ ഇൻറ്റു RC പ്ലസ് RE. കറക്റ്റ്? അപ്പോൾ ഇത് IB നമുക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ കിട്ടും, അല്ലേ? അപ്പോൾ നമ്മൾ IC മാത്രം എഴുതുകയാണെങ്കിൽ എന്ത് വരും? IC ഈക്വൽ ടു ബീറ്റ IB അല്ലേ? അപ്പം ഇതിൻ്റെ കൂടെ ഈ IBൻ്റെ കൂടെ ബീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ബീറ്റയും ക്യാൻസൽ ഔട്ട് ചെയ്യില്ല. അപ്പോൾ ബീറ്റയും ക്യാൻസൽ ഔട്ട് ചെയ്താൽ നിങ്ങൾ ക്വസ്റ്റൻ വരും VCC മൈനസ് VBE ഡിവൈഡഡ് ബൈ RC പ്ലസ് RE, ശരിയല്ല? അങ്ങനെ നിങ്ങൾക്ക് എന്തും കിട്ടും? ICയും കിട്ടും. എല്ലാം നോക്കി വരുമ്പോൾ നമ്മളുടെ അൾട്ടിമേറ്റ് എന്ത് കിട്ടും? യുവർ IC ഈസ് ഓൾസോ, അല്ലെങ്കിൽ IC വിൽ ബി ഓൾസോ ഇൻഡിപെൻഡൻറ്റ് ഓഫ് വാട്ട്? എന്തിന് ഇൻഡിപെൻഡൻ്റ് ആണ്? ഇറ്റ് വിൽ ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് യുവർ ബീറ്റ.
ക്ലിയർ. അപ്പോൾ പ്രാക്ടിക്കലി ബീറ്റ ഒക്കെ ചെറിയൊരു ബീറ്റ ഒക്കെ ഉണ്ടാവും. പക്ഷേ വി ആർ തിയററ്റിക്കലി സേയിങ് ദാറ്റ് നമ്മുടെ ഐ സി എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പറേറ്റിംഗ് പോയിന്റ് വി വിൽ ബി ഗെറ്റിംഗ് സ്റ്റേബിൾ ഓപ്പറേറ്റിംഗ് പോയിന്റ്, അല്ലെങ്കിൽ നമുക്ക് സ്റ്റേബിൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫീഡ്ബാക്ക് ബയാസിങ്ങിൽ പഠിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്, അതായത് ഇതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഹൗ ടു ഫൈൻഡ് ദ സാച്ചുറേഷൻ ഇൻ ബി ജെ ടി. ബി ജെ ടിയിലെ സാച്ചുറേഷൻ കാണുന്നത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലംസ് ഒക്കെ ചെയ്യാറ്. എങ്ങനെയാണ് നമ്മൾ സാച്ചുറേഷൻ്റെ കണ്ടീഷനുകളും അല്ലെങ്കിൽ സ്വിച്ച് കട്ട് ഓഫ് റീജിയനിൽ എങ്ങനെ വരിക, അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഇല്ല. അപ്പോൾ ആ പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, then we will see in our next video. Okay, thank you.